ഇപ്പോൾ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസാണ്. ആ കാലമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം അതിനിടയ്ക്ക് മോഹൻലാൽ എന്ന നടൻ ശബരിമലയിൽ പോയപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകളുണ്ടായി. ശബരിമല ചെന്നു, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ മുഹമ്മദ് കുട്ടി PA എന്ന മമ്മൂട്ടിക്ക് വേണ്ടിയിട്ടൊരു വഴിപാട് കഴിക്കുന്നു. അതിന് പിന്നാലെ വിവാദങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പം അത്തരം ഒരു സാമൂഹ്യ രാഷ്ട്രീയ മത സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും ഇത് സത്യം പറഞ്ഞാൽ ആ രണ്ട് വ്യക്തികൾക്കിടയിലുള്ള ഒരു ആത്മബന്ധവും വല്ലാത്തൊരു സൗഹൃദവും അതിൻ്റെ ഭാഗമായിട്ട് നടന്നൊരു വഴിപാടാണത്. നമ്മൾ അതിനെ ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കാരണം മോഹൻലാൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു വലിയ കലാകാരനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് വല്ലാത്തൊരു ഗുണകാംക്ഷയും വല്ലാത്തൊരു സ്നേഹവും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ആ ഒരു സുഹൃത്തിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള വിശ്വാസം അനുസരിച്ചും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള പ്രാർത്ഥനാ രീതി അനുസരിച്ചും അദ്ദേഹം അത് നിർവഹിക്കുകയാണ്. അതിലൊന്നും നമ്മളൊരു കുഴപ്പവും കാണേണ്ടതില്ല. അതൊക്കെ നല്ല കാര്യങ്ങൾ, നമ്മുടെ നാട്ടിൽ നിലനിൽക്കേണ്ടുന്ന ഒരു സൗഹൃദമായിട്ട് തന്നെയാണ് നമ്മളതിനെ കാണേണ്ടത്. അതിനെ വേറെ രീതിയിൽ അതിനെ കാണുന്നുണ്ടെങ്കിൽ ആ കാണുന്ന ആൾക്കാരുടെ കണ്ണട അത് വളരെ മോശമാണ് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഇക്കാര്യത്തിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായമാണ് വന്നത്. ഒന്ന്, നമ്മുടെ മുൻ മന്ത്രി KT ജലീൽ, അദ്ദേഹം ഇതിനെ പറഞ്ഞത് ഇങ്ങനെയാണ് കേരളം, സൗഹാർദ്ദമുള്ള കേരളം, ഇതാണ് ഇവിടെ നടപ്പാകേണ്ടത്, ഇതാണ് മതസൗഹാർദ്ദം എന്ന തരത്തിൽ വളരെ പ്രശംസിച്ചുകൊണ്ട് ഈ വിഷയത്തെപ്പറ്റി പറഞ്ഞു. മറ്റൊന്ന്, അബ്ദുള്ള എന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം പറഞ്ഞത് മമ്മൂട്ടി തൗബ ചെയ്യണം എന്നാണ്. ആ വാക്ക് കറക്റ്റാണോ എന്ന് എനിക്കറിയാം, തൗബ എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതായത് മമ്മൂട്ടിയുടെ അറിവോടെയാണ് ഇത് ചെയ്തതെങ്കിൽ, അതല്ല മോഹൻലാൽ സ്വന്തം നിലയ്ക്ക് ചെയ്തതാണെങ്കിൽ മമ്മൂട്ടി നിരപരാധിയാണ് എന്നാണ്. ഇത് പൊതുസമൂഹത്തിൽ, പ്രത്യേകിച്ചും പരസ്പരം സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും ഒക്കെ കഴിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ തിങ്ങി നിറഞ്ഞൊരു സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ആശയക്കുഴപ്പവും അത് വലുതല്ലേ? എന്താണ് അക്കാര്യത്തിൽ പറയാൻ പറ്റുക? അത് സത്യം പറഞ്ഞാൽ KT ജലീൽ മാത്രമല്ല, ഇതിനെ മൊത്തം ഇത്തരം കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് നമ്മുടെ കേരളീയരായ മുഴുവൻ ആളുകളും. ജാതിമത വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളും ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ്. പിന്നീട് അബ്ദുള്ള പറഞ്ഞത് അദ്ദേഹം ഏത് സന്ദർഭത്തിൽ പറഞ്ഞു അതിനെ സംബന്ധിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ ഒരു വ്യക്തിയെ ആക്ഷേപിക്കാനൊന്നും പോകുന്നില്ല. ഏതായാലും ഈ ഒരു രീതിയിലുള്ളൊരു പ്രാർത്ഥന എന്ന് പറയുന്നത്, ഉദാഹരണമായിട്ട് നിങ്ങൾ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണെങ്കിൽ, നല്ല ആത്മബന്ധമുള്ള ഒരു സുഹൃത്താണെങ്കിൽ, സ്വാഭാവികമായിട്ടും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കും. നിങ്ങൾ രോഗമാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രയാസമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. ആ പ്രാർത്ഥനയെ സത്യം പറഞ്ഞാൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അത് ഒരാൾ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നതുമല്ല. കാരണം പറയാതെ തന്നെയാണ് ആ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. നമ്മളിപ്പോൾ ഈ മോഹൻലാലിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചോ അതിനെ സംബന്ധിച്ചോ മാത്രമല്ല പറയുന്നത്. ഇത്തരം പ്രാർത്ഥനകൾ നമുക്കിടയിലൊക്കെ ധാരാളമായിട്ടുണ്ട്. നമ്മുടെ ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സൗഹൃദവും സാഹോദര്യവും നിലനിൽക്കാൻ വേണ്ടി ഞാനൊക്കെ ജുമാ പ്രഭാഷണത്തിൽ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും ഇടയിൽ സൗഹൃദവും പരസ്പര സ്നേഹവും നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ സന്തോഷം വേണം, എല്ലാവർക്കും പ്രയാസങ്ങളിൽ നിന്ന് മുക്തി വേണം, എല്ലാവർക്കും സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് മോചനം വേണം, അതുപോലെ എല്ലാവർക്കും ആരോഗ്യം വേണം. ഇതൊക്കെ ഇത്തരം പ്രാർത്ഥനകളൊക്കെ നമുക്ക് എല്ലാവർക്കും, ഇപ്പോൾ മതം തന്നെ പറയുന്നത് ഈ പ്രാർത്ഥനകളൊക്കെ എല്ലാവർക്കും വേണ്ടി നടത്താമെന്നുള്ളതാണ്. അതിനൊന്നും മതത്തിന് വിലക്കുകളില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.